പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എമർജൻസി അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് ഇൻ ദ ഹോസ്പിറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ് എന്നീ പാഠഭാഗങ്ങൾ പഠിച്ചു. നിങ്ങളെല്ലാവരും ഈ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ടാകുമെന്നും നോട്ടുകൾ എഴുതിയെടുത്ത് പഠിച്ചിട്ടുണ്ടാകുമെന്നും സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകമാരുമായി ചർച്ച ചെയ്ത് തീർത്തിട്ടുണ്ടാകുമെന്നും കരുതുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്മൊബിലൈസേഷൻ ഓഫ് പേഷ്യൻസ്. Immobilization devices are used to keep the affected joints or bones in place and prevent harmful or painful movements. അതായത് ശരീരത്തിൽ ക്ഷതം സംഭവിച്ച സന്ധികളെയും എല്ലുകളെയും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതെയും വേദനയില്ലാതെയും വയ്ക്കാനും എല്ലിനും സന്ധികൾക്കും സംഭവിച്ച ക്ഷതങ്ങൾ സുഖപ്പെടുന്നതിനും വേണ്ടി ശരീരഭാഗങ്ങളെ അനക്കാതെ വയ്ക്കുന്നതിനെയാണ് നമ്മൾ ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. പല തരത്തിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ടൈപ്സ് ഓഫ് ഇമ്മൊബിലൈസേഷൻ. 1. CAS. These are rigid immobilization devices that is molded to the contour of the body to encase an injured part using plaster of Paris. അതായത് പ്ലാസ്റ്റർ കാസ്റ്റ് എന്നത് ജിപ്സം എന്ന ഒരു വസ്തു നിറച്ച ബാൻഡേജ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഈ ബാൻഡേജ് വെള്ളത്തിൽ നനച്ചെടുത്ത് ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ അനക്കാതെ വെക്കേണ്ടത് ആ ഭാഗത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ചുറ്റിയെടുക്കുന്നു. ഇത് ഉണങ്ങി വരുമ്പോൾ കട്ടിയായി വരികയും ഉറച്ച ഒരു കവചമായി നിന്ന് ആ ഭാഗത്തെ അനക്കാതെ വയ്ക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഇമ്മൊബിലൈസേഷൻ യൂസിങ് ബ്രേസസ്. ദീസ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു എ വീക്കൻഡ് ഏരിയ ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിൻ്റെ വീക്കായ ഭാഗങ്ങളെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. ഉദാഹരണത്തിന് ബാക്ക് പെയിൻ ഉള്ള ആളുകളിൽ, കാൽമുട്ട് വേദന ഉള്ള ആളുകളിൽ, ഇത്തരം ആളുകളിലൊക്കെ ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗത്ത് വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി സഹായിക്കും. മൂന്നാമതായി സെർവൈക്കൽ കോളേഴ്സ്. These are used to support the neck and shoulders. Usually these are made of plastic and soft sponge-like material. അതായത് പ്ലാസ്റ്റിക്കും അതുപോലെ സ്പോഞ്ച് പോലെയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു ഡിവൈസാണിത്. സാധാരണയായി കഴുത്ത് വേദനയുള്ള ആളുകളിൽ, അതായത് കഴുത്തിലെ നട്ടെല്ലിന് തേയ്മാനമൊക്കെ വന്ന് വേദനയുള്ള ആളുകളിലാണ് ഇത് ഉപയോഗിക്കാറ്. ഇത് കഴുത്തിൽ വെച്ച് കഴിയുമ്പോൾ കഴുത്തിൻ്റെ തിരിയാനും ഒന്നും കഴിയാതെ, അതായത് അനങ്ങാതെ വയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. അങ്ങനെ വേദന കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. അടുത്തതായി സ്പ്ലിൻറ്റ്. It's a device for support or immobilization of a joint or a limb. That is in case of fracture, dislocation, etc. This is usually applied to alleviate pain and to promote healing in proper alignment. സാധാരണയായി എല്ലുകൾ പൊട്ടുമ്പോഴോ അല്ലെങ്കിൽ സന്ധികൾക്ക് സ്ഥാനചലനം സംഭവിക്കുമ്പോഴോ ഒക്കെയാണ് ഇത് ഉപയോഗിക്കാറ്. ഒരു കാലോ കയ്യോ മുഴുവനായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളോ അനക്കാതെ വെക്കാൻ വേണ്ടി ഇത് ഉപകരിക്കുന്നുണ്ട്. എല്ലുകൾക്കൊക്കെ പൊട്ടൽ സംഭവിക്കുമ്പോൾ ആ ഭാഗം അനങ്ങാതെ വെക്കാൻ, അങ്ങനെ വേദന കുറയ്ക്കാനും അതുപോലെ തന്നെ പൊട്ടിയ ഭാഗങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരാൻ വേണ്ടി അനക്കാതെ വെക്കാൻ വേണ്ടിയിട്ടും സ്പ്ലിൻറ്റ് ഉപയോഗിക്കും. സാധാരണ കട്ടിയായ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് സ്പ്ലിൻറ്റ് നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് പോലെയുള്ള കട്ടിയായ വസ്തുക്കൾ ഉപയോഗിച്ച്, അല്ലെങ്കിൽ തടിക്കഷ്ണങ്ങൾ കൊണ്ടോ ഈവൻ സ്കെയിൽ പോലും ഉപയോഗിച്ച് എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് സ്പ്ലിൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. സാധാരണഗതിയിൽ OPയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അകത്ത് വെച്ചിട്ടോ ഇത് ചെയ്യാവുന്നതാണ്. നേഴ്സസോ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ എമർജൻസി മെഡിക്കൽ റെസ്പോണ്ടേഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടിയ ആർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് സ്പ്ലിൻറ്റ്. സാധാരണ അപകടങ്ങളോ വീഴ്ചകളോ ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ കാലുകൾക്കോ കൈകൾക്കോ മറ്റോ പൊട്ടലുകൾ സംശയിക്കുകയാണെങ്കിൽ അത്തരം രോഗികളെ സ്പ്ലിൻറ്റ് ഉപയോഗിച്ച് ആ ഭാഗങ്ങൾ അനക്കാതെ വെച്ചിട്ട് വേണം നമ്മൾ രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാക്ഷൻ. ട്രാക്ഷൻ മീൻസ് slowly and gently pulling on a fractured or dislocated body part using ropes,
പുള്ളീസ് ആൻഡ് വെയ്റ്റ്സ്. അതായത് പൊട്ടലുകൾ സംഭവിച്ച എല്ലുകളെയോ അല്ലെങ്കിൽ സ്ഥാനചലനം സംഭവിച്ച ശരീരഭാഗങ്ങളെയോ കയറുകളും കപ്പികളും ഭാരങ്ങളും ഉപയോഗിച്ച് വളരെ പതുക്കെയും അതുപോലെ മൃദുവായും വലിക്കുന്നതിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയുന്നത്. പർപ്പസസ് ഓഫ് ട്രാക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് ടു സ്റ്റെബിലൈസ് ആൻഡ് റീഅലൈൻ ബോൺ ഫ്രാക്ചേഴ്സ്. അതായത് പൊട്ടിയ എല്ലിൻ്റെ ഭാഗങ്ങളെ ശരിയായ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. രണ്ടാമതായി ഹെൽപ്പ് ടു റെഡ്യൂസ് പെയിൻ ഓഫ് എ ഫ്രാക്ചർ. എല്ലുകൾ പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ വേദന കുറയ്ക്കാൻ വേണ്ടി ഇത് ഉപകരിക്കുന്നു. അടുത്തത് ട്രീറ്റ് ബോൺ ഡിഫോമിറ്റീസ്. അതായത് എല്ലുകളിലുള്ള തകരാറുകൾ പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കറക്റ്റ് സ്റ്റിഫ് ആൻഡ് കൺസ്ട്രിക്റ്റഡ് മസിൽസ്, ജോയിൻറ്റ്സ് ആൻഡ് ടെൻഡൻസ്. ബലമുള്ള അതും കൺസ്ട്രിക്റ്റഡ് ആയതുമായ മസിൽസിനെയും അതുപോലെ സന്ധികളെയും ടെൻഡനെയും ഒക്കെ ശരിയാക്കാൻ വേണ്ടി ട്രാക്ഷൻ ഉപയോഗിക്കാം. സ്ട്രെച്ച് ദ നെക്ക് ആൻഡ് പ്രിവെൻറ്റ് പെയിൻഫുൾ മസിൽ സ്പാസം. അതുപോലെ കഴുത്തിലെ മസിലിൻ്റെ സ്പാസം ഒഴിവാക്കാൻ വേണ്ടി, വലിഞ്ഞു മുറുകൽ ഒഴിവാക്കാൻ വേണ്ടി പതിയെ ഒരു പുള്ളിംഗ് ഫോഴ്സ് കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു ഉപയോഗമാണ്. അടുത്തതായി ടൈപ്സ് ഓഫ് ട്രാക്ഷൻ. ഫസ്റ്റ് വൺ ഈസ് സ്കെലിറ്റൽ ട്രാക്ഷൻ. ദിസ് ഇൻവോൾവ്സ് പ്ലേസിംഗ് പിൻ, wire or screw in the fractured bone, then weights are attached to it so the bone can be pulled into the correct position, usually used in fracture femur. സാധാരണ തുടയെല്ല് പൊട്ടുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാറ്. പിന്ന്, വയറ്, സ്ക്രൂ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് എല്ലുകളിൽ ഭാരം തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. ആയതിനാൽ പൊട്ടിയ എല്ലിൻ്റെ ഭാഗങ്ങളെ ശരിയായ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അടുത്തതായി സ്കിൻ ട്രാക്ഷൻ. This involves applying bandages, splints or adhesive tapes to the skin directly below the fracture. After this, weights are fastened to it. The affected part is then pulled into the right position using a pulley system attached to the bed. അതായത് ബാൻഡേജ്, സ്പ്ലിൻറ്റ്, അഡ്ഹസീവ് ടേപ്പ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് സ്കിൻ ട്രാക്ഷൻ നൽകുന്നത്. അതായത് എല്ലിൽ പൊട്ടലുണ്ടായ ഭാഗത്തിൻ്റെ തൊട്ടു താഴെയായിട്ട് ഇത്തരം ബാൻഡേജുകൾ ഒക്കെ ഉപയോഗിച്ച് കെട്ടിയതിന് ശേഷം അതിലേക്ക് വെയിറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എങ്ങനെ വെയിറ്റ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിനൊരു പുള്ളി സിസ്റ്റം ഉപയോഗിച്ച് പതിയെ ഒരു പുള്ളിംഗ് ഫോഴ്സ് കൊടുക്കുന്നു. അടുത്തതായി സെർവൈക്കൽ ട്രാക്ഷൻ. ദിസ് ഇൻവോൾവ്സ് ജെന്റ്ലി സ്ട്രെച്ചിങ് ദ നെക്ക് ആൻഡ് സെപ്പറേറ്റിംഗ് ദ ഡിസ്ക് and joint surfaces in cervical spine. It is used to treat neck pain and cervical radiculopathy. Weight is attached to the brace placed around the neck. സാധാരണയായി കഴുത്ത് വേദനയുള്ള ആളുകളിലാണ് ഇത് ചെയ്യാറ്. അതായത് കഴുത്തിലെ നട്ടെല്ലിൽ ഉള്ള കശേരുക്കൾ തമ്മിൽ അടുത്തു പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഞരമ്പുകൾക്ക് ക്ഷതം സംഭവിക്കുമ്പോൾ നല്ല വേദന ഉണ്ടാകുന്നു. ഇത്തരം വേദന കുറയ്ക്കാനായിട്ട് ഈ കശേരുകളെ തമ്മിൽ വലിച്ച് അകത്തിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. സാധാരണ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്യുന്ന ബ്രേസിലേക്ക് വെയിറ്റ് തൂക്കിയിടുകയാണ് ചെയ്യുന്നത്. അടുത്തത് സ്പൈനൽ ഡീകംപ്രഷൻ. This therapy is applied without directly touching the bones. It gives traction to the spine. It's done for separation of vertebral bodies, movement of facet joints, expansion of intervertebral foramen, and stretch of soft tissues. അതായത് നട്ടെല്ലിന് ട്രാക്ഷൻ കൊടുക്കുന്ന രീതിയാണ് സ്പൈനൽ ഡീകംപ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരിട്ട് എല്ലുകളിലേക്ക് വെയിറ്റ് ഘടിപ്പിക്കുന്നില്ല. യൂഷ്വലി ഇത് ചെയ്യുന്നത് വേർട്ടിബ്രൽ ബോഡീസ് തമ്മിൽ അകലം പാലിക്കാൻ വേണ്ടി, അതുപോലെ നന്നായിട്ട് മൂവ്മെൻറ്റ് സാധ്യമാക്കാൻ വേണ്ടി, അതുപോലെ വേർട്ടിബ്രയ്ക്ക് ഇടയിലുള്ള സ്പേസ് വികസിപ്പിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ആ സോഫ്റ്റ് ടിഷ്യൂസിനെയും വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നട്ടെല്ലുകൾക്കിടയിലുള്ള ഒരു സോഫ്റ്റ് ടിഷ്യൂ ആണ് ഇൻ്റർവേർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്കിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ, അതായത് ഡീജനറേറ്റീവ് ചേഞ്ചസ്, അത് നശിച്ചു പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടെ വീക്കം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഡിസ്ക് തേയ്മാനം വന്നിട്ട് തിന്നായി പോകുന്ന സമയത്ത്, ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ
ഞരമ്പുകൾ ഇതിൻ്റെ ഇടയിൽപ്പെട്ട് ഈ എല്ലുകൾക്കിടയിൽപ്പെട്ട് കംപ്രഷൻ വരികയും അതുവഴി കഠിനമായ വേദനയിലേക്ക് നയിക്കുകയും ചെയ്യും. So spinal decompression is done to relieve back pain, to stretch the spine, to take the pressure off the disc, to retract the herniated disc, to take pressure off the nerves, to promote movement of oxygen and nutrient-rich fluids into the disc, and to help heal the disc. ഇങ്ങനെ നട്ടെല്ലിൽ നമ്മൾ ഭാരം കൊടുക്കുമ്പോൾ അത് നട്ടെല്ലിലെ കശേരുകൾ തമ്മിലുള്ള സ്പേസ് വലിച്ചു നീട്ടുന്നു. അത് കാരണം ഈ കംപ്രഷൻ, ആ ഡിസ്കിൻ്റെ മുകളിലുള്ള കംപ്രഷൻ കുറയ്ക്കുകയും അതുപോലെ അത് ഈ ഡിസ്കിനെ ചുരുങ്ങാൻ വേണ്ടി സഹായിക്കുകയും അതുപോലെ തന്നെ ഈ നെർവ്സിൻ്റെ നാഡികളുടെ മുകളിലുള്ള പ്രഷർ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഓക്സിജനും ന്യൂട്രിയൻസുമൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടി അത് സഹായിക്കുന്നു. അങ്ങനെ കേടുപാടുകൾ വന്ന ഡിസ്കുകളെ ഭേദമാവാൻ അത് സഹായിക്കുന്നു. അതുവഴി കഠിനമായ പുറം വേദന ഇല്ലാതാവുകയും ചെയ്യും. Our next topic is operation theatre. The definition of operation theatre: it is a facility within the hospital where surgical procedures are carried out in a sterile environment by trained personnel. അതായത് ആശുപത്രികളിൽ അണുനശീകരണം ചെയ്യപ്പെട്ട അന്തരീക്ഷത്തിൽ കൃത്യമായ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ ശസ്ത്രക്രിയാ സംബന്ധമായ പ്രൊസീജിയറുകൾ ചെയ്യുന്ന ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ ഒരു സൗകര്യത്തിന് അല്ലെങ്കിൽ ഒരു റൂം ആണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT. പലതരത്തിൽ ഓപ്പറേഷൻ തിയേറ്ററുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ ടൈമിംഗ് ഓഫ് സർജറി. ദാറ്റ് ഈസ് എമർജൻസി OT ആൻഡ് ഇലക്റ്റീവ് OT. എമർജൻസി OT എന്ന് പറഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ. ഒട്ടുമിക്ക ആശുപത്രികളിലും അത്യാഹിത വിഭാഗത്തിനോടടുത്തായിരിക്കും എമർജൻസി OT സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമതായി ഇലക്റ്റീവ് OT, അതായത് ആസൂത്രിതമായ സർജറികൾ, ഓപ്പറേഷനുകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന OT. രണ്ടാമതായി ബേസ്ഡ് ഓൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് സർജറി ഇൻവോൾവ്, ദറ്റ് ഈസ് മേജർ OT ആൻഡ് മൈനർ OT. അതായത് ശസ്ത്രക്രിയയുടെ വ്യാപ്തി അനുസരിച്ച് അല്ലെങ്കിൽ സമയദൈർഘ്യമനുസരിച്ച് നമുക്ക് മേജർ OT എന്നും മൈനർ OT എന്നും തരംതിരിക്കാം. മേജർ OT എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന വലിയ ഓപ്പറേഷനുകൾ, ഉദാഹരണത്തിന് കാർഡിയോവാസ്കുലാർ ഓപ്പറേഷനുകളൊക്കെ. മൈനർ OT എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഓപ്പറേഷനുകൾ നടത്തുന്ന ഓപ്പറേഷൻ തിയേറ്റർ. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് സർവീസ് പ്രൊവൈഡഡ്, ദറ്റ് ഈസ് ഔട്ട് പേഷ്യൻറ്റ് OT ആൻഡ് ഇൻ പേഷ്യൻറ്റ് OT. ഔട്ട് പേഷ്യൻറ്റ് OT എന്ന് പറഞ്ഞാൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യാതെ OPയിൽ വരുന്ന രോഗികൾക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള OT. ഇൻ പേഷ്യൻറ്റ് OT എന്ന് പറഞ്ഞാൽ രോഗികളെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ച് അതിൻ്റെ ഭാഗമായി നമ്മൾ വരുമ്പോൾ ഉപയോഗിക്കുന്ന OT. അടുത്തത് ബേസ്ഡ് ഓൺ ഷെയറിംഗ് ഓഫ് OT. ദിസ് ക്യാൻ ബി സെൻട്രലൈസ്ഡ് OT ആൻഡ് ഡീസെൻട്രലൈസ്ഡ് OT. സെൻട്രലൈസ്ഡ് OT എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള തിയേറ്ററുകളും ഒന്നിച്ച് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള OT. ഡീസെൻട്രലൈസ്ഡ് OT എന്നാൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള OT. മിക്കവാറും അതാതു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തായിരിക്കും അത്തരം OTകൾ സ്ഥിതി ചെയ്യുന്നത്. ഉദാഹരണത്തിന് ന്യൂറോ സർജറി OT, ഓർത്തോപെഡിക് OT, IOT, ENT OT, ഗൈനക്കോളജി OT തുടങ്ങിയവ. അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ സ്റ്റെറിലിറ്റി. ഇറ്റ് ഈസ് അൾട്രാ സ്റ്റെറൈൽ OT, സ്റ്റെറൈൽ OT ആൻഡ് സെപ്റ്റിക് OT. സാധാരണ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളും സ്റ്റെറൈൽ OT തന്നെയാണ്. അതായത് അണുനശീകരണം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷനുകൾ ചെയ്യാറുള്ളൂ. അൾട്രാ സ്റ്റെറൈൽ OT എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമായോ അല്ലെങ്കിൽ ഡബിൾ സ്റ്റെറിലിറ്റി നിലനിർത്തേണ്ട ഓപ്പറേഷൻ തിയേറ്ററുകൾ. ഉദാഹരണത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ OT, കാർഡിയോ തൊറാസിക് ആൻഡ് വാസ്കുലർ സർജറി OT തുടങ്ങിയവ. സെപ്റ്റിക് OT എന്ന് പറഞ്ഞാൽ അണുബാധ സംശയിക്കുന്നതോ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനിടയുള്ളതോ ആയ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററുകൾ. അടുത്തതായി എയിംസ് ഓഫ് പ്ലാനിംഗ് OT. ടു പ്രൊമോട്ട് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് asepsis, to ensure maximum safety for patients and staff from installation hazards, for optimum utilization of OT and staff time,
സ്മൂത്ത് ആൻഡ് ഇഫക്റ്റീവ് ഫങ്ഷനിങ് ഓഫ് OT, ഗുഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ് ഫോർ ഓൾ സ്റ്റാഫ്. അതായത് നല്ല നിലവാരത്തിലുള്ള അണുനശീകരണം സാധ്യമാക്കുക, ആശുപത്രിയിലെ രോഗികൾക്കും മറ്റു ജീവനക്കാർക്കും അപകട സാധ്യതകൾ ഇല്ലാതാക്കുക, ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെയും സമയം മാക്സിമം ഉപയോഗപ്പെടുത്തുക, ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഫലവത്തായ രീതിയിൽ ഓപ്പറേഷൻ തിയേറ്ററുകളുടെ പ്രവർത്തനം സാധ്യമാക്കുക, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ എല്ലാ ജീവനക്കാർക്കും ജോലി ചെയ്യാനുള്ള നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ്. അടുത്തതായി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നമ്പർ ഓഫ് OT. 1 OT യൂണിറ്റ് ഫോർ എവറി 50 സർജിക്കൽ ബെഡ്സ്. അതായത് ഓരോ 50 ഓപ്പറേഷൻ കിടക്കകൾക്കും വേണ്ടി ഒരു യൂണിറ്റ് OT ആണ് സാധാരണയായി ഉണ്ടാവുക. ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആർ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ, നമ്പർ ഓഫ് ഹോസ്പിറ്റൽ ബെഡ്സ്, ടൈപ്പ് ഓഫ് സർജറി, ആവറേജ് നമ്പർ ഓഫ് ഓപ്പറേഷൻസ്, staff and strength of the hospital, capacity of sterile supply, time for maintenance, projected emergency surgical procedures and hospital policies. അതായത് ഒരു ആശുപത്രിയിൽ എത്ര ഓപ്പറേഷൻ തിയേറ്ററുകൾ വേണമെന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് ഏതു തരം ആശുപത്രിയാണ്, എത്ര കിടക്കകളുള്ള ആശുപത്രിയാണ്, ഏത് തരത്തിലുള്ള ഓപ്പറേഷനുകളാണ് ചെയ്യുന്നത്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം എത്ര ഓപ്പറേഷനുകൾ ചെയ്യാറുണ്ട്, അവിടെയുള്ള സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത്ത്, അതുപോലെ മറ്റ് സൗകര്യങ്ങൾ, അതുപോലെ സ്റ്റെറൈൽ സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി, മെയിൻ്റനൻസിനുള്ള സമയം, അതുപോലെ എമർജൻസി കേസുകൾ എത്രത്തോളം ചെയ്യാറുണ്ട്, മാത്രമല്ല ഹോസ്പിറ്റലിൻ്റെ പോളിസിയെയും ആശ്രയിച്ചിട്ടാണ് തിയേറ്ററുകളുടെ എണ്ണം നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് OT. The room should be 20 into 20 into 10 feet with a minimum of 360 square feet. Corridor 10 to 12 feet wide. Height 3 meters from furnished floor. Lighting, high level special ceiling mounted light to illuminate operating area. അതായത് റൂമിൻ്റെ സൈസ് മിനിമം 360 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം. വരാന്തയാണെങ്കിൽ ഒരേ സമയം 2 സ്ട്രെച്ചറുകൾക്ക് പാസ് ചെയ്യാനുള്ള വീതി ഉണ്ടായിരിക്കണം. ഫ്ലോറിൽ നിന്ന് സീലിങ്ങിലേക്ക് ഏകദേശം 3 മീറ്ററെങ്കിലും ഹൈറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഏരിയയിൽ നല്ല ഹൈ ലെവൽ വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള സീലിംഗ് മൗണ്ടഡ് ലൈറ്റ് ഉണ്ടായിരിക്കണം. അടുത്തതായി സോണിംഗ് ഓഫ് OT. ബേസ്ഡ് ഓൺ ബാക്ടീരിയൽ കൺസിഡറേഷൻ and to provide maximum asepsis, the entire OT complex can be divided into various zones. അതായത് നല്ല ഗുണനിലവാരമുള്ള അണുനശീകരണം സാധ്യമാക്കാൻ വേണ്ടി നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിനെ പല സോണുകളായിട്ട് തരംതിരിക്കാം. പ്രധാനമായി 4 സോണുകളായിട്ടാണ് തരംതിരിക്കുന്നത്. അതിലൊന്ന് പ്രൊട്ടക്റ്റീവ് സോൺ, ദ റെസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽ ഏരിയ ഔട്ട്സൈഡ് ദ തിയേറ്റർ കോംപ്ലക്സ്. അതായത് തിയേറ്റർ കോംപ്ലക്സിന് പുറത്തുള്ള ആശുപത്രിയുടെ മറ്റ് ഭാഗങ്ങൾ. ഇതിൽ ഉൾപ്പെടുന്നത് റിസപ്ഷൻ ഏരിയ, വെയിറ്റിംഗ് റൂം, ചേഞ്ചിങ് റൂം, ഓട്ടോക്ലേവ് റൂം, കൺട്രോൾ ഏരിയ ഓഫ് ഇലക്ട്രിസിറ്റി, ട്രോളി ബേ, സെമിനാർ ആൻഡ് മീറ്റിംഗ് റൂം തുടങ്ങിയവ. അതായത് ആളുകൾക്ക് വന്നിരിക്കാൻ കാത്തിരിപ്പുകാർക്കുള്ള സ്ഥലം, വസ്ത്രം മാറുന്നതിനുള്ള റൂം, ഉപകരണങ്ങൾ അണുനശീകരണം ചെയ്യാൻ അതായത് ഓട്ടോക്ലേവ് ചെയ്യാനുള്ള റൂം, ഇലക്ട്രിസിറ്റി കൺട്രോൾ ഏരിയ, അതുപോലെ പുറത്ത് ഉപയോഗിക്കുന്ന ട്രോളികൾ വെക്കാനുള്ള സ്ഥലം, സെമിനാർ അതുപോലെയുള്ള മീറ്റിങ്ങുകളൊക്കെ നടത്താനുള്ള സ്ഥലമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. രണ്ടാമത്തെ സോൺ ക്ലീൻ സോൺ, ദ തിയേറ്റർ കോംപ്ലക്സ് ഔട്ട്സൈഡ് ദ ഓപ്പറേറ്റിംഗ് ഏരിയ. അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന റൂമിന് പുറത്തുള്ള തിയേറ്റർ കോംപ്ലക്സിൻ്റെ തന്നെ മറ്റു ഭാഗങ്ങൾ. പ്രീ ഓപ്പറേറ്റീവ് റൂം, റിക്കവറി റൂം, theatre work room, equipment room, drugs and linen room, blood storage room, nurses and doctors work room, plaster room, anesthesia store room, telephone and firefighting equipment room. അതായത് ഓപ്പറേഷന് മുൻപ് ആളുകളെ കിടത്തുന്ന റൂം, ഓപ്പറേഷൻ ചെയ്ത ഉടനെ രോഗികളെ കൊണ്ടുവന്ന് കിടത്തുന്ന റൂം, വർക്ക് റൂം, അതുപോലെ സാമഗ്രികൾ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന റൂം,
മരുന്നുകൾ, തുണികൾ സൂക്ഷിക്കുന്ന റൂം, ബ്ലഡ്, രക്തം സ്റ്റോർ ചെയ്യുന്ന റൂം, ഡോക്ടേഴ്സിൻ്റെയും നേഴ്സസിൻ്റെയും ഡ്യൂട്ടി റൂംസ്, പ്ലാസ്റ്റർ കാസ്റ്റ് ഇടണമെങ്കിൽ അതിനുള്ള സൗകര്യമുള്ള റൂം, അനസ്തീസിയ കൊടുക്കുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള റൂം, അതുപോലെ മരുന്നുകളൊക്കെ, ടെലിഫോൺ ആൻഡ് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ് റൂം. ഇതാണ് ക്ലീൻ സോണിൽ വരുന്ന ഭാഗങ്ങൾ. അടുത്തതായി മൂന്നാമത്തെ സോൺ അസെപ്റ്റിക് സോൺ ഓർ സ്റ്റെറൈൽ സോൺ. The zone where the highest level of cleanliness and sterile condition should be maintained. ഏറ്റവും ഉയർന്ന നിലയിലുള്ള അണുനശീകരണം ഉറപ്പുവരുത്തേണ്ട സ്ഥലങ്ങളാണ് ഇത്. ഇതിൽ ഉൾപ്പെടുന്നത് ഓപ്പറേറ്റിംഗ് റൂം, സ്ക്രബ് റൂം, അനസ്തീഷ്യ ഇൻഡക്ഷൻ റൂം, ഇൻസ്ട്രുമെൻറ്റ് സ്റ്റെറിലൈസേഷൻ റൂം, ട്രോളി ഏരിയ. അതായത് ഓപ്പറേഷൻ ചെയ്യുന്ന സ്ക്രബ് റൂം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷന് മുൻപേ കൈകൾ കഴുകുന്നതിനെ സ്ക്രബിംഗ് എന്നാണ് പറയുക. സ്ക്രബിംഗ് ഏരിയ, അനസ്തീസിയ കൊടുക്കുന്ന സ്ഥലം, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന സ്ഥലം, അതുപോലെ തിയേറ്ററിനുള്ളിൽ ഉപയോഗിക്കുന്ന ട്രോളി വയ്ക്കാനുള്ള സ്ഥലം. നാലാമത്തെ സോൺ ഡിസ്പോസൽ സോൺ. ഏരിയ വേർ യൂസ്ഡ് എക്യുപ്മെൻറ്റ് ആർ ക്ലീൻഡ് ആൻഡ് വേസ്റ്റ് ഡിസ്പോസ്ഡ്. ഡേർട്ടി വാഷ്റൂം, ഡിസ്പോസൽ കോറിഡോർസ്. അതായത് ഡിസ്പോസൽ സോൺ എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളും അതുപോലെ ക്ലോത്തുകളുമൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലം. കോറിഡോറിൽ നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടിടുന്ന സ്ഥലമാണ് ഡിസ്പോസൽ സോൺ. നെക്സ്റ്റ് ഈസ് സ്റ്റാഫിംഗ് ഓഫ് OT. ടോട്ടൽ സ്റ്റാഫിംഗ് ഈസ് ബേസ്ഡ് ഓൺ ടോട്ടൽ നമ്പർ ഓഫ് അവേഴ്സ് ഓഫ് കേസസ്, നമ്പർ ഓഫ് കേസസ് ഓപ്പറേറ്റഡ് പെർ ഡേ, ടൈപ്സ് ഓഫ് കേസസ്, നേച്ചർ ഓഫ് കേസസ്, പ്രിസ്ക്രൈബ്ഡ് റൂംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഒന്ന്, എത്ര മണിക്കൂർ സമയം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ കേസുകൾ നടക്കുന്നുണ്ടാകും. രണ്ട്, എത്ര കേസുകൾ, എത്ര ഓപ്പറേഷനുകൾ ഒരു ദിവസം നടക്കും, ഏതെല്ലാം തരത്തിലുള്ള ഓപ്പറേഷനാണ്, ഏതെല്ലാം വിഭാഗങ്ങളിലുള്ള ഓപ്പറേഷൻ നടക്കും, എത്ര റൂമുകളുണ്ട്, അതുപോലെ തന്നെ ആശുപത്രിയുടെ പോളിസി എന്ത് എന്നുള്ളതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് പാറ്റേൺ ഓഫ് OT. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ചാർട്ടാണ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫിംഗ് പാറ്റേൺ എങ്ങനെയെന്ന് കാണിച്ചിരിക്കുന്നതാണിത്. അവിടെ ഒരു OT ഇൻചാർജ് ഉണ്ടായിരിക്കും. അതൊരു പക്ഷേ ഒരു ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹെഡ് നേഴ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഇവർ രണ്ടുപേരുമല്ലാത്ത മറ്റൊരാളായിരിക്കാം. ഈ OT ഇൻചാർജിൻ്റെ കീഴെ ഓപ്പറേറ്റിംഗ് സ്റ്റാഫ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്. ഓപ്പറേറ്റിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നത് ചീഫ് സർജൻ, സപ്പോർട്ടിംഗ് സർജൻ ആൻഡ് പെർഫ്യൂഷനിസ്റ്റ്. സപ്പോർട്ട് സ്റ്റാഫിൻ്റെ കീഴിൽ വരുന്നത് അനസ്തെറ്റിസ്റ്റ്, ഹെൽപ്പേഴ്സ് ആൻഡ് ടെക്നീഷ്യൻസ്. അതുപോലെ നഴ്സിംഗ് സ്റ്റാഫിൻ്റെ കീഴിൽ വരുന്നത് സ്ക്രബ് നേഴ്സ്, സർക്യൂട്ടിംഗ് നേഴ്സ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് നേഴ്സ്. അടുത്തതായി സർജിക്കൽ അറ്റയർ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പാലിക്കേണ്ട വസ്ത്രധാരണ രീതി. സാധാരണ നമ്മൾ പുറത്തുള്ള വസ്ത്രങ്ങളല്ല ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കാറ്. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നത് പോലെ സ്ക്രബ് സ്യൂട്ട്സ് ഉണ്ടാകും. ദർ വിൽ ബി എ ക്യാപ്പ്, ഷൂ കവർ കാണും, മാസ്ക്, ഗ്ലൗസ് ആൻഡ് ഗൗൺ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ദ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഇൻ OT. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററിന് ഉള്ളിൽ ഉപയോഗിക്കുന്ന സജ്ജീകരണങ്ങൾ. അനസ്തീസിയ മെഷീൻ, അനസ്തീസിയ കാർട്ട്, അനസ്തീസിയ മോണിറ്റർ, ലാരിഞ്ചൽ എയർവേസ് ആൻഡ് മാസ്, സർജിക്കൽ ടേബിൾ, പേഷ്യൻ്റ് സ്ട്രെച്ചർ, പേഷ്യൻ്റ് സ്റ്റിറപ്സ്, പേഷ്യൻ്റ് പൊസിഷണേഴ്സ്, restraint straps, surgical headlights, surgical microscope, AED or defibrillator, vital sign monitor, video monitors and cameras, ultrasound machines, surgical tourniquet, blood warmer, central oxygen and central suction, desk, computers, medical cabinetry, back instrument table, hand table, smoke evacuator, C-arms, stools, preparation table, IV accessories, kick buckets, biohazard waste bins, sponge counter bags, needle counters, linen hampers, transfusion pumps, instrument trolley, surgical bins, laryngoscope, etc. Next, instruments used in OT. സാധാരണ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഏത് ഓപ്പറേഷനാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ള ഉപകരണങ്ങൾ.
പല ഓപ്പറേഷനുകളിലും പല തരത്തിലുള്ള ഉപകരണങ്ങളായിരിക്കും ഉപയോഗിക്കുക. ഏതാനും ഉപകരണങ്ങൾ ഫോഴ്സെപ്സ്, പല തരത്തിലുള്ള ഫോഴ്സെപ്സ്, സിസേഴ്സ്, കത്രികകൾ, പല തരത്തിലുള്ള കത്രികകളുണ്ട്, റിട്രാക്ടേഴ്സ്, ക്ലിപ്സ് ആൻഡ് ക്ലാംസ്, സ്പെക്യുലം, പല തരത്തിലുള്ള സ്പെക്യുലമുണ്ട്, സ്യൂച്ചർ നീഡിൽസ്, തുന്നാൻ ഉപയോഗിക്കുന്ന സൂചികൾ പലതരത്തിലുള്ളതുണ്ട്, ബോൺ കട്ടിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഡയലേറ്റേഴ്സ്, ക്യൂററ്റ്സ്, ഹുക്സ്, ഡിഫറെൻറ്റ് ടൈപ്സ്, സക്ഷൻ ട്യൂബ്സ്, സർജിക്കൽ ബ്ലേഡ്, ടങ് ഡിപ്രസർ, കോട്രി, സർജിക്കൽ ഹുക്സ്, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ. ഇതിൽ കുറച്ച് മാത്രമേ ഇതുള്ളൂ. ഒരുപാട് ഉപകരണങ്ങൾ, അതായത് ഓരോ ഓപ്പറേഷനും ഓരോ തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ദ കെയർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ OT. ആശുപത്രികളിൽ, ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരുടെയും അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റൻ്റെയും ഉത്തരവാദിത്തമാണ് ഈ ഉപകരണങ്ങൾ കൃത്യമായി പരിപാലിക്കുകയും ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കുകയും ചെയ്യുക എന്നുള്ളത്. കെയർ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻവോൾവ്സ് മെയിൻലി 4 steps: ക്ലീനിങ്, ഇൻസ്പെക്ഷൻ, ലൂബ്രിക്കേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. Immediately after surgery, soak the instruments in water and detergent. ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ തന്നെ ഈ ഉപകരണങ്ങളെല്ലാം ഡിറ്റർജൻറ്റ് കലക്കിയ ലായനിയിൽ മുക്കിവെക്കുന്നു. ഉപകരണങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രക്തവും അതുപോലെയുള്ള മറ്റ് ഓർഗാനിക് മെറ്റീരിയൽസും കഴുകിക്കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ദെൻ വാഷ് thoroughly with plastic brush and liquid soap. അതായത് ഈ ഉപകരണങ്ങൾ നന്നായി ലിക്വിഡ് സോപ്പും പ്ലാസ്റ്റിക് ബ്രഷും ഉപയോഗിച്ച് ഉരച്ച് കഴുകിയെടുക്കണം. കഴുകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഉപകരണങ്ങളുടെ എല്ലാ ജോയിൻസും മടക്കുകളുമൊക്കെ വൃത്തിയായിട്ട് കഴുകിയിരിക്കണം. രക്തം അതുപോലെ മറ്റ് അഴുക്കുകൾ അതിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നന്നായി റിമൂവ് ചെയ്യണം. Then rinse thoroughly after washing to remove any residue from cleaning agents. നന്നായി ശുദ്ധജലം ഉപയോഗിച്ച് ഈ ഉപകരണങ്ങളൊക്കെ കഴുകി എടുക്കണം. ഈ കഴുകിയെടുത്ത ഉപകരണങ്ങൾ നല്ല വൃത്തിയുള്ള ഒരു തുണി വിരിച്ച ട്രോളിയിലേക്ക് നിരത്തി വയ്ക്കുക. Then inspect the instruments for the proper functioning. ഓരോ ഉപകരണങ്ങളും ഓരോന്നായി എടുത്ത് പരിശോധിച്ച് അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങളാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. മറ്റ് മടക്കുകളും ഒടിവുകളുമൊക്കെ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഫോഴ്സെപ്സുകളുടെയൊക്കെ അറ്റങ്ങൾ ശരിയാണോ എന്ന് നോക്കണം. അത് അലൈൻമെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എണ്ണ ഇട്ട് കൊടുക്കേണ്ടത്, ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ട ഉപകരണങ്ങളാണെങ്കിൽ ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം ഈ ഉപകരണങ്ങൾ ഡ്രൈ ചെയ്ത് നല്ലൊരു വൃത്തിയുള്ള ടവൽ ഉപയോഗിച്ച് ഡ്രൈ ചെയ്തെടുക്കുക. ശേഷം ലൂസായി പാക്ക് ചെയ്ത് സ്റ്റെറിലൈസേഷന് വേണ്ടി വിടാം. സാധാരണയായി ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഓട്ടോക്ലേവ് ചെയ്തിട്ട് ആണ് ഉപയോഗിക്കാറ്. പക്ഷേ ഷാർപ്പായ ഇൻസ്ട്രുമെൻറ്റ്സ് ചൂടാക്കുമ്പോൾ അവയുടെ മൂർച്ച പോകുമെന്നതിനാൽ, ഉദാഹരണത്തിന് കത്രികകൾ, സൂചികളൊക്കെ കെമിക്കൽ ഡിസിൻഫെക്ഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. സെപ്റ്റിക് OTയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ക്ലീനിങ്ങിന് മുൻപ് തന്നെ ആദ്യമൊന്ന് ഓട്ടോക്ലേവ് ചെയ്തെടുക്കുന്നു. ശേഷം പതിവ് പോലെയുള്ള ക്ലീനിങ് നടപടികൾക്ക് ശേഷം വീണ്ടും പാക്ക് ചെയ്ത് ഓട്ടോക്ലേവിനായി അയക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ച പാഠഭാഗങ്ങൾ ഇമ്മൊബിലൈസേഷൻ ഓഫ് പേഷ്യൻസ്, ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയാണ്. നിങ്ങളിത് വീണ്ടും കാണുക, നോട്ടുകൾ എഴുതിയെടുക്കുക, നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരുമായി ബന്ധപ്പെടുക. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.